ചുറ്റുപാടും വൃത്തിയായി സൂക്ഷിക്കണം, മടിക്കരുതേ മറക്കരുതേ. ആരും കിണറ്റുവെക്കൽ നനയ്ക്കലും കുളിക്കലും നടത്തരുതേ മറക്കരുതേ. പാട്ട് നന്നായിട്ടുണ്ട്, നമുക്ക് വാർഷികത്തിന് കലക്കണം. ഇതൊക്കെയാണെങ്കിലും ഇന്ന് എനിക്കൊരാട്ട് കിട്ടിയടി. എന്താ മമ്മി കേൾക്കട്ടെ? ഇന്നേ തെക്കേലെ ലതയുടെ വീട്ടിലെ പ്ലാസ്റ്റിക് എടുക്കാൻ കയറി. നമ്മളെ ഒരു വീട്ടിൽ ചെന്നാൽ ലോഹ്യമൊക്കെ ചോദിക്കുമല്ലോ, അതുപോലെ ഞാനേ കുട്ടികളൊക്കെ സ്കൂളിൽ പോയോ എന്ന് ചോദിച്ചു. പിന്നെ പണികളൊക്കെ തീർന്നോന്ന് ചോദിച്ചു. അതിനെന്താ മാമി ആട്ടുന്നേ? ഞാൻ അറിയാതെ ചേട്ടൻ ജോലിക്ക് പോയോ എന്നൊന്നും ചോദിച്ചു പോയി. അപ്പോഴേ ലത എന്ന് പറഞ്ഞൊരാട്ടടി എന്നെ. പിന്നെ ലത ചോദിക്കുക, നീ പ്ലാസ്റ്റിക് എടുക്കാൻ വന്നതാണോ എൻ്റെ ചേട്ടൻ്റെ കാര്യം അന്വേഷിക്കാൻ വന്നതാണോ? സത്യം പറഞ്ഞാൽ ഞാനങ്ങ് നാണം കെട്ടുപോയി. അവർ വരുമെന്ന് പറഞ്ഞ സമയമായി. നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തേ. ബ്രോക്കർ ശാന്തയും പയ്യനും പയ്യൻ്റെ അമ്മയും വരും. കോട്ടയത്താ വീട്, ചെക്കന് ഗൾഫിലാ പണി. പെട്ടെന്ന് കല്യാണം വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഒരെണ്ണമല്ലേ ഉള്ളൂ, ഞാൻ അന്വേഷിച്ചിട്ടൊക്കെ അയക്കൂ. ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയതാ. കനകമ്മളെ പോയി റെഡിയായി വാ. എല്ലാവരും ഉണ്ടല്ലോ. നമസ്കാരം നമസ്കാരം. നിങ്ങളെ വീട് പോലെ തന്നെ. വന്നോളൂ വന്നോളൂ. ആ എല്ലാരും ഇരുന്നാട്ടെ ഇരുന്നാട്ടെ. പിന്നെ പെണ്ണിന്റെ അമ്മേ, ബ്രോക്കർ ഫീസ് 10,000 രൂപ. 5,000 രൂപ എനിക്ക് മുന്നേ തരണം കേട്ടോ. എന്നാ ചൂടാ ഇവിടെ? AC ഫാനൊന്നുമില്ലേ? ഇവിടെ നല്ല കാറ്റിട്ടുന്ന സ്ഥലമാണ്, അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഭാഗ്യം എന്ന് കരുതിയാ മതി. അവനെന്ന് സുൽത്താൻ ഏറ്റ ഒമാനില ജോലി, നല്ല ശമ്പളവും. അല്ല, സുൽത്താൻ ആരെ ഏറ്റെന്നാ പറഞ്ഞേ? അത് മോൻ ജോലി ചെയ്യുന്ന സ്ഥലമാ, സുൽത്താൻ ഏറ്റ ഒമാൻ. സുൽത്താനേറ്റ് എവിടെയാ താമസം? അവിടെ സുൽത്താനേറ്റ് ജംഗ്ഷൻ ഉണ്ട്, അവിടെയാ ഞാൻ താമസം. സുൽത്താനേറ്റ് ജംഗ്ഷൻ കാണാൻ നല്ല രസമായിരിക്കും അല്ലേ? ആ, പെണ്ണിനെ വിളിക്ക്, പെണ്ണിനെ വിളിക്ക്, ഞാൻ കാണട്ടെ. നമ്മൾ പോയി മോളെ വിളിച്ചോണ്ട് വരും. അമ്മ ശ്രദ്ധിച്ചോ, വീട് ചെറുതാണെങ്കിലേ ഇവർക്ക് ഒരുപാട് സ്ഥലമൊക്കെ ഉണ്ടെന്നാ തോന്നണേ. എനിക്ക് മനസ്സിലായി മോനെ, ഒരുപാട് കൃഷിയുള്ളവരാ. അതല്ലേ ചാക്കുവെട്ടുകൾ പുറത്ത് അടുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ അതിൽ തപ്പി നോക്കി. തേങ്ങയോ കൈതച്ചക്കയോ ചേനയോ ഒക്കെ ആണെന്ന് തോന്നുന്നു. നിന്റെ ഒരു ഭാഗ്യം. അമ്മ, എനിക്കൊരു സംശയം. ഇവിടെ ആണുങ്ങളൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? പിന്നെ ബിയറിന്റെ കുപ്പിയും റമ്മിന്റെ കുപ്പിയും ഒക്കെ അവിടെ ഇട്ടിരിക്കുന്ന ഞാൻ കണ്ടല്ലോ. പുറത്ത് കുറെ കുപ്പിയും കൂട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ചിലപ്പം പെണ്ണിന്റെ അമ്മ വെള്ളം അടിക്കുമായിരിക്കും. പെണ്ണിന്റെ നാണം കണ്ടില്ലേ? അങ്ങോട്ട് കൊടുക്കുമോളെ. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചായയാണോ പെണ്ണിനെയാണോ ഇഷ്ടമായത്? പെണ്ണിനെയും ചായയെയും എനിക്കിഷ്ടപ്പെട്ടു. ചെറുക്കിന് പെണ്ണിനെ ഇഷ്ടപ്പെട്ടതിനാൽ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. അവൻ ഉടനെ ഗൾഫിലേക്ക് തിരിച്ചു പോകണം. അതിനു മുൻപ് നമുക്കിതങ്ങനെ ഉറപ്പിക്കാം. ഒരു ഡിമാൻഡ് മാത്രം, 5 ലക്ഷം രൂപ സ്ത്രീധനം. സ്ത്രീധനം 5 ലക്ഷം രൂപ തന്നെ വേണം. അവന് സുൽത്താനേറ്റിൽ ഒരു ബിസിനസ് തുടങ്ങാനാ. അതിനൊക്കെ സമയമുണ്ടല്ലോ, ഞങ്ങളൊന്ന് അന്വേഷിക്കാം. അതിന് നിങ്ങളിപ്പോൾ കോട്ടയം വരെയൊന്നും വന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്നേ. നമുക്കിതങ്ങോട്ട് ഉറപ്പിക്കാം. 5 ലക്ഷം രൂപ സ്ത്രീധനം, അത് വേണം. നമുക്ക് വിശദമായിട്ടൊന്ന് അന്വേഷിക്കണം. ചെറുക്കന് പെണ്ണിന് ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ കാര്യമൊക്കെ ബ്രോക്കർ പറഞ്ഞില്ലേ, പിന്നെ ഈ സമയം കളയണോ? നമുക്ക് അന്വേഷിക്കാനേ കോട്ടയം വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനേ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗമാണ്. കേരളത്തിൽ 36,000 പേരുണ്ട്. അവർക്ക് ഓരോ ആളെയും വീടും പരിസരവും അവരുടെ സ്വഭാവം വരെ അറിയാം. ഞാനൊന്ന് വിളിച്ചോട്ടെ. തിരുനക്കര പഞ്ചായത്തിലെ ഏത് വാർഡിലാ താമസം? അതിന് വാർഡൊക്കെ എന്തിനാ അറിയുന്നത്? വാർഡ് 5.
അമ്മേ, പണി പാളി. വലിയുന്നതാ നല്ലത്. സുസി, തിരുനക്കര പഞ്ചായത്തിലെ നമ്പർ എടുത്തിട്ടേ വാർഡ് 5 ഹരിതകർമ്മ സേനയുടെ നമ്പർ വാങ്ങി ഇവരുടെ വീടിനെ കുറിച്ചൊന്ന് അന്വേഷിക്കും. ഹലോ, തിരുനക്കര ഗ്രാമപഞ്ചായത്തല്ലേ? ഞാൻ തിരുവനന്തപുരത്തെ ഹരിതകർമ്മ സേന അംഗമാണ്. എനിക്ക് ഈ പഞ്ചായത്തിലെ 5-ാം വാർഡിലെ ഹരിതകർമ്മ സേന അംഗത്തിൻ്റെ നമ്പർ വേണം. 95622095. ഓക്കെ. ഹലോ, തിരുനക്കര ഗ്രാമപഞ്ചായത്തിലെ 5-ാം വാർഡിലെ ഹരിതകർമ്മ സേന അംഗമല്ലേ? ഞാൻ തിരുവനന്തപുരത്തെ ഹരിതകർമ്മ സേന അംഗമാണ്. എനിക്കൊരു പ്രത്യേക കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വിളിക്കുന്നത്. നിങ്ങളുടെ വാർഡിലെ ലളിതയുടെ മകൻ സുശീലനെ അറിയാമോ? ആ ആ ആ അതെയോ? ആ ആ അത് കൊടുത്തേ വിടൂ. ഓക്കെ ഓക്കെ ഓക്കെ. ഭയങ്കര ചൂട്. ആടെ മോനി പോകാൻ വരട്ടെ. നിങ്ങളെക്കുറിച്ചുള്ള സകല വിവരങ്ങളും മിന്നൽ വേഗത്തിൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കേരളത്തിലെ ഏത് വീടും വീട്ടുകാരും അവരുടെ സ്വഭാവവും അടക്കം അറിയാവുന്ന സേനയാണ് ഹരിത കർമ്മസേന. ഞങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. ഞങ്ങൾ ഗ്രീൻ ടെക്നീഷ്യന്മാരാണ്. ഗ്രീൻ ടെക്നീഷ്യൻ.